പ്രവാസികളുടെ യാത്രയിൽ അനിശ്ചിതത്വം. ദുബൈയിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഇന്ത്യൻ വിമാന കമ്പനികൾ നിർത്തിവെച്ചു. കോവിഡ് ടെസ്റ്റ് സംബന്ധിച്ച അവ്യക്തത തുടരുന്നതിനാലാണ് ബുക്കിംഗ് നിർത്തിവെച്ചതെന്ന് കമ്പനികൾ അറിയിച്ചു. ദുബൈ വിമാന കമ്പനികളും ബുക്കിംഗ് നിർത്തിയിട്ടുണ്ട്. കണിശമായ ഉപാധികളുടെ പുറത്ത് ബുധനാഴ്ച മുതൽ പ്രവാസികൾക്ക് UAE മടങ്ങാം എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ദുബായ് അറിയിച്ചത്. വിമാനം പുറപ്പെടുന്നതിന്റെ 4 മണിക്കൂർ മുമ്പ് റാപ്പിഡ് ടെസ്റ്റ് റിസൾട്ട് വേണമെന്ന് ദുബായ് നിഷ്കർഷിച്ചിരുന്നു. ഇതിനുള്ള സംവിധാനം ഇന്ത്യൻ എയർപോർട്ടുകളിൽ ഇപ്പോൾ നിലവിലില്ലെന്നിരിക്കെ പ്രതിസന്ധി മറികടക്കാൻ ബദൽ സംവിധാനം ഒരുക്കേണ്ടി വരും. ദുബൈയിൽ വന്നിറങ്ങിയാൽ ഒരു ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ ചിലവ് ഉൾപ്പെടെയുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ടിക്കറ്റിനൊപ്പം അതിന്റെ ചിലവ് കൂടി യാത്രക്കാരിൽ നിന്ന് ഈടാക്കേണ്ടി വരുമോ എന്ന കാര്യത്തിൽ വിമാന കമ്പനികൾക്ക് വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. ഷാർജ, അബുദാബി വിസക്കാർക്ക് പുതിയ മാനദണ്ഡങ്ങൾ പാലിച്ച് ദുബൈയിൽ വന്നിറങ്ങാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. വിസ കാലാവധി കഴിഞ്ഞവരുടെ മടക്കം, കുട്ടികളുടെ വാക്സിൻ ചട്ടം എന്നീ കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ടെന്നാണ് വിമാന കമ്പനി വൃത്തങ്ങൾ അറിയിച്ചത്. മിക്കവാറും നാളെ ഉച്ചയോടെയെങ്കിലും ഇക്കാര്യങ്ങളിൽ കൃത്യമായ നയനിലപാടുകൾ ദുബായ് വിമാനത്താവള അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1 ദുബായ്. വരും ദിവസങ്ങളിലെ തിരക്ക് കണക്കിലെടുത്ത് ദുബായ് വിമാനത്താവളത്തിലെ 1-ാം നമ്പർ ടെർമിനൽ വീണ്ടും തുറക്കുന്നു. 15 മാസത്തിന് ശേഷമാണ് ടെർമിനൽ 1 തുറക്കുന്നത്. 24 മുതൽ ടെർമിനലിൽ യാത്രക്കാരെ അനുവദിക്കുമെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചു. 3500ഓളം പേർക്ക് ഇതുവഴി ജോലി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. സ്കൂൾ അവധി, പെരുന്നാൾ എന്നിവ പ്രമാണിച്ച് വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. എക്സ്പോ ഉൾപ്പെടെയുള്ള രാജ്യാന്തര മേളകളും തുടങ്ങാനിരിക്കുന്നു. അടുത്ത മാസങ്ങളിലെ തിരക്ക് കണക്കിലെടുത്താണ് ടെർമിനൽ 1 തുറക്കാനുള്ള തീരുമാനം. 24 മുതൽ ഇന്ത്യൻ യാത്രികർക്കും അനുമതി ലഭിക്കുന്നതോടെ വിമാനത്താവളത്തിൽ തിരക്കേറും. ദുബൈ വിമാനത്താവളത്തിലെത്തുന്നവരിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ്. കോവിഡിനെ തുടർന്ന് വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും എണ്ണം കുറഞ്ഞതോടെ 15 മാസം മുമ്പാണ് ടെർമിനൽ അടച്ചിട്ടത്. ലോകത്ത് ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്ന വിമാനത്താവളം കൂടിയാണ് ദുബൈ. എന്നാൽ കോവിഡ് പ്രതിസന്ധിയോടെ 2019 അപേക്ഷിച്ച് 70% യാത്രക്കാരാണ് പോയ വർഷം കുറഞ്ഞത്. അതേസമയം ടെർമിനൽ 1 തുറക്കുന്നതോടെ 3500 പുതിയ ജോലി സാധ്യതകൾ രൂപപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 66 എയർലൈൻസുകളാണ് ടെർമിനൽ 1 നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക. ഇതോടെ കൂടുതൽ ജീവനക്കാരെ ആവശ്യമായി വരും. നേരത്തെ നിർത്തിവച്ചിരുന്ന ചില ജോലികൾ പുനരാരംഭിക്കുന്നതിനൊപ്പം കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. മീഡിയ 1 ദുബൈ. 2 ഡോസ് വാക്സിൻ എടുത്ത ഇന്ത്യക്കാർക്ക് മടങ്ങിവരാം എന്ന് UAE അറിയിച്ചതോടെ പ്രവാസികൾ വിമാന ടിക്കറ്റിനായി നെട്ടോട്ടത്തിൽ. ഞായറാഴ്ച രാവിലെ വിവിധ എയർലൈനുകൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയെങ്കിലും വൈകുന്നേരത്തോടെ നിർത്തി. ഉച്ചയ്ക്ക് ശേഷം ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുകയും ചെയ്തു. അതേസമയം വിവിധ വിഷയങ്ങളിൽ അവ്യക്തത തുടരുകയാണ്. ടിക്കറ്റ് നൽകുന്നത് നിർത്തിവെച്ചതും ഇതുകൊണ്ട് തന്നെയാണെന്നാണ് സൂചന. റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കാത്തതും ഹോട്ടൽ ക്വാറന്റൈൻ തുകയെക്കുറിച്ചുള്ള അവ്യക്തതയും തുടരുന്നു. വിവരങ്ങളുമായി ദുബായിൽ നിന്നും MCA നാസർ ചേരുന്നു. നാസർ, എന്തൊക്കെയാണ് ഇപ്പോഴുള്ള അവ്യക്തതകൾ? എന്താണ് ഈ അവ്യക്തതകൾക്കുള്ള കാരണം? അഞ്ജലി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഔദ്യോഗികമായിട്ട് എമിറേറ്റ്സ് എയർലൈൻസ് ബുധനാഴ്ചയോടുകൂടി തങ്ങൾ സർവീസ് പുനരാരംഭിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ദുബൈ ദുരന്ത നിവാരണ സമിതി ഇന്ത്യക്കാരായിട്ടുള്ള UAE പ്രവാസികൾക്ക് മടങ്ങി വരാനുള്ള അനുമതി നൽകിയിരുന്നു. അതിന് പ്രത്യേക പ്രോട്ടോക്കോളും ഏർപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ തുടർന്ന് ഫ്ലൈ ദുബൈ, അതോടൊപ്പം തന്നെ ഇന്ത്യൻ വിമാന കമ്പനികളായിട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ളവയും ടിക്കറ്റ് വിൽപ്പനയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. രാവിലെ വളരെ കുറഞ്ഞ നിരക്കിലായിരുന്നു ചില വിമാന കമ്പനികൾ ടിക്കറ്റുകൾ ഓഫർ ചെയ്തത്. അത് വൈകുന്നേരത്തോടുകൂടി ഏതാണ്ട് 1800 ദിർഹം വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പൊടുന്നനെ തന്നെ എല്ലാവരും ടിക്കറ്റ് വിൽപ്പന നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടത്. ഇത് ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് പുതുതായി രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ കോവിഡ് പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ അവ്യക്തതയാണ്. അതിലേറ്റവും പ്രധാനം വിമാനം പുറപ്പെടുന്നതിൻ്റെ 4 മണിക്കൂർ മുമ്പ് റാപ്പിഡ് ടെസ്റ്റ് നടത്തണം, അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കണമെന്ന് ഈ പുതിയ പ്രോട്ടോക്കോളിൽ പറയുന്നുണ്ട്. അതിന് നിലവിലുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ എയർപോർട്ടുകളിലൊന്നും തന്നെ ആ സംവിധാനം ലഭ്യമല്ല. അത് ഏർപ്പെടുത്താത്ത ഒരു സാഹചര്യത്തിൽ ഈ യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അവരെ കൊണ്ടുവരിക എന്നത് വിമാന കമ്പനികൾക്ക് ബാധ്യതയായിട്ട് മാറും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. മറ്റൊന്നുള്ളത്, വാക്സിൻ സംബന്ധിച്ചുള്ള പ്രശ്നത്തെക്കാൾ ഉപരിയായിട്ട് അബുദാബി, അതോടൊപ്പം തന്നെ ഷാർജ, ഈ 2 എമിറേറ്റുകളിൽ വിസയുള്ളവർക്ക് ദുബൈയിലേക്ക് വരാൻ പറ്റുമോ എന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ബുക്ക് ചെയ്താൽ അവരെ അവസാന ഘട്ടത്തിൽ ഒഴിവാക്കേണ്ട
ഒരു സാഹചര്യം വന്നുവിടും. അത് മറ്റൊരു അവ്യക്തതയാണ്. അതിലപ്പുറം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദുബൈയിൽ വന്ന് ടെസ്റ്റ് നടത്തി 24 മണിക്കൂർ വരെ അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിൽക്കേണ്ടതുണ്ട്. ആ ഹോട്ടലിൻ്റെ ഒരു ദിവസത്തെ ചെലവ് ഈ യാത്രക്കാരിൽ നിന്ന് നേരത്തെ തന്നെ ഈടാക്കണമോ എന്നതുൾപ്പെടെയുള്ള പ്രധാനമായിട്ടും ഇതാണ് അവ്യക്തത നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ പിന്നെ കുട്ടികളുടെ വാക്സിൻ സംബന്ധിച്ചും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല. അതും ഈ ഒരു അവ്യക്തതയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം പരിഹാരമാവുമെന്ന് കരുതാൻ പറ്റുമോ? അഞ്ജലി, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പല തലങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിമാന കമ്പനികൾ തന്നെ ദുബൈ എയർപോർട്ട് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദുബൈ ദുരന്ത നിവാരണ സമിതിയുമായിട്ടും സംസാരിക്കുന്നുണ്ട്. കാരണം 4 മണിക്കൂർ മുമ്പുള്ള റാപ്പിഡ് ടെസ്റ്റ് ഫലം എന്നത് പെട്ടെന്ന് പ്രായോഗികമല്ല എങ്കിൽ അതൊരു 6 മണിക്കൂറെങ്കിലും ആക്കി നീട്ടണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വിമാന കമ്പനികൾ മുന്നോട്ട് വെച്ചതായിട്ടാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിലൊക്കെയും അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് ദുബൈ അധികൃതർ തന്നെയാണ്. പല തലങ്ങളിൽ എയർപോർട്ട് അതോറിറ്റി, അതോടൊപ്പം തന്നെ ദുബൈ ദുരന്ത നിവാരണ സമിതി, വിമാന കമ്പനികളുടേതായിട്ടുള്ള സിവിൽ ഏവിയേഷൻ അതോറിറ്റി, ഇവരെല്ലാം പല തലങ്ങളിൽ ചർച്ച തുടരുന്നു എന്ന കൃത്യമായിട്ടുള്ള സൂചനകൾ ലഭ്യമാണ്. നാളെയോടുകൂടി ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രധാനമായിട്ടും ഈ വിമാന കമ്പനികൾക്ക് കൈമാറും. അതോടുകൂടി ഈ അവ്യക്തത പിന്നെ നീങ്ങുകയും സ്വാഭാവികമായി തന്നെ ബുധനാഴ്ചയോടുകൂടി തന്നെ ആളുകൾക്ക്, പ്രത്യേകിച്ച് യു എയിലെ പ്രവാസികൾക്ക് തിരിച്ചു വരാൻ സാഹചര്യമൊരുങ്ങും. സന്ദർശക വിസക്കാർക്കോ മറ്റോ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ പ്രോട്ടോകോൾ പ്രകാരം അവർക്ക് യു എയിലേക്ക് വരാൻ ചോദിക്കട്ടെ, നിലവിൽ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന വാക്സിനുകൾക്ക് UAE അംഗീകാരമുണ്ടോ? ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവ്യക്തത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അവ്യക്തത നിലനിൽക്കുന്നുള്ള കോവിഷീൽഡാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലും കോവിഷീൽഡാണ് കൂടുതൽ വിതരണം ചെയ്തത്. അത് അസ്ട്രാസെനിക്ക എന്ന പേരിലാണ് UAEയിൽ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ദുബൈ ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു വിശദീകരണത്തിൽ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അസ്ട്രാസെനിക്ക അതല്ലെങ്കിൽ കോവിഷീൽഡ് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നില്ല. ഫൈസർ, സ്പുട്നിക്, സിനോഫാം ഇവയാണ് UAE അംഗീകരിച്ചിരിക്കുന്ന മറ്റ് 3 വാക്സിനുകൾ. ഇതിൽ ഒരു സംശയം പ്രധാനമായിട്ടും ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്, നേരത്തെ UAEയിലുള്ള ഘട്ടത്തിൽ ഏതെങ്കിലും ഇതിലൊരു വാക്സിൻ സ്വീകരിക്കുന്നു, നാട്ടിൽ പോയിട്ട് മറ്റൊരു വാക്സിൻ സ്വീകരിച്ചവർക്ക് അത് പിന്നെ ഔദ്യോഗികമായിട്ട് പിന്നെ 2 വാക്സിനുകളുടെ കൂട്ടത്തിൽ പെടുത്തുമോ, അതിന് നിയമപരമായിട്ടുള്ള പ്രാബല്യം ഉണ്ടാവുമോ, ആരോഗ്യപരമായിട്ടുള്ള പിന്നെ അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് കുട്ടികളുടെ വാക്സിൻ സംബന്ധിച്ചും അന്തിമമായിട്ടുള്ള അഭിപ്രായം UAEയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ UAE വാക്സിൻ നൽകി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഈ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് അത് ബാധകമായിരിക്കുമോ എന്നതുൾപ്പെടെയുള്ള ചില ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും നാളെ വൈകുന്നേരത്തോടു കൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പിലെത്താൻ സാധിക്കും. ബുധനാഴ്ചയോടുകൂടി UAEയിലെ പ്രവാസികൾക്ക് ഈ കോവിഡ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും വിലയിരുത്തുന്നതും. അഞ്ജലി, ശരി. MCA നാസറാണ് ദുബായിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ദുബായ് യാത്രയ്ക്ക് റാപ്പിഡ് PCR ടെസ്റ്റ് നിർബന്ധമായിരിക്കെ വിമാനത്താവളങ്ങളിൽ തന്നെ ഇതിനുള്ള സംവിധാനം ഒരുക്കേണ്ടി വരും. ഏജൻസികൾ തമ്മിൽ ചർച്ച തുടരുകയാണെന്ന് മൈക്രോ ഹെൽത്ത് കെയർ ലബോറട്ടറി മാനേജിംഗ് ഡയറക്ടർ നൌഷാദ് സിക്കി പറഞ്ഞു. ഇപ്പോൾ പലർക്കും എന്താണ് ഈ റാപ്പിഡ് RT-PCR എന്നുള്ള സംശയങ്ങൾ ഉന്നയിച്ച് ഒരുപാട് പേര് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റാപ്പിഡ് അതിൻ്റെ പേരിൽ പറയുന്നത് പോലെ തന്നെ പെട്ടെന്ന് റിപ്പോർട്ട് കിട്ടുന്ന RT-PCRകളെയാണ് റാപ്പിഡ് RT-PCR എന്ന് പറയുന്നത്. അതായത് യാത്ര ചെയ്യുന്നതിലും ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യുന്നതിൻ്റെ 4 മണിക്കൂറിനുള്ളിൽ സാമ്പിൾ എടുത്ത് റിസൾട്ട് കിട്ടുന്ന RT-PCRകളാണ് റാപ്പിഡ് RT-PCR. ആ 4 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് നെഗറ്റീവ് പരിശോധനാ ഫലം കൂടെ കയ്യിലുണ്ടാവണമെന്നതാണ് പുതിയ ക്രൈറ്റീരിയ. അപ്പം ഇത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു മാനദണ്ഡം കൂടെയാണ്. കാരണം ICMR അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ പരിശോധന ചെയ്യാൻ പാടുള്ളൂ. ആ ഫലങ്ങൾ മാത്രമേ എയർപോർട്ടുകൾ അധികൃതർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഇന്ത്യയിലെ പല എയർപോർട്ടുകളും ICMR അപ്രൂവ്ഡ് ലാബുകളിൽ നിന്നും വളരെ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പല സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഈ പരിശോധന പാസഞ്ചേഴ്സ് എയർപോർട്ടുകളിൽ എത്തിയതിന് ശേഷം ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായാൽ മാത്രമേ ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനുള്ള ചർച്ചകൾ പല എയർപോർട്ട് അതോറിറ്റീസും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ടിനെ സംബന്ധിച്ച് കോഴിക്കോട് മൈക്രോ ഹെൽത്തിൽ ടെസ്റ്റ് ചെയ്തിട്ട് എയർപോർട്ടിൽ എത്താൻ അരമണിക്കൂർ മുതൽ മാക്സിമം 1 മണിക്കൂർ സമയം വേണ്ടു. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക്
ഈ പരിശോധനക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ മറ്റു പല എയർപോർട്ടുകളുടെയും അവസ്ഥ അതല്ല. ഈ 23-ാം തീയതിയാണ് മുതലാണ് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അതിനുള്ളിൽ ഇതിനുള്ള സജ്ജീകരണം കേരളത്തിലെ എയർപോർട്ടുകളിൽ തയ്യാറാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള ചർച്ചകൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ എന്തുകൊണ്ടാണ് ഈ റാപ്പിഡ് RT-PCR പരിശോധനകൾ തന്നെ വേണമെന്ന് പറയുന്നത് എന്നത്, ഉദാഹരണത്തിന് 48 മണിക്കൂർ മുമ്പ് ഒരു പരിശോധന നടത്തി എടുത്ത റിപ്പോർട്ട് അതിനുശേഷം പലപ്പോഴും ഈ ആളുകൾ മറ്റുള്ള കോവിഡ് പോസിറ്റീവായ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് വീണ്ടും ഇൻഫെക്റ്റഡ് ആവാനുള്ള ഒരു സാധ്യത കൂടെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ 4 മണിക്കൂറിനുള്ള റിപ്പോർട്ട് വേണം എന്ന് പറയാനുള്ള കാരണം. വിദേശത്ത് പോകുന്നവർക്ക് നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ബാച്ച് നമ്പറും തീയതിയും ചേർക്കുന്ന നടപടി ആരംഭിച്ചു. ചില വിദേശ രാജ്യങ്ങൾ ഈ വിവരങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് നടപടി. നേരത്തെ സർട്ടിഫിക്കറ്റ് എടുത്തവർക്ക് പഴയ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പുതിയതിന് അപേക്ഷിക്കാം. എങ്ങനെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാമെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ന്യൂസ് ഡെസ്കിൽ നിന്നും സായികുമാർ ചേരുന്നു. കോവിഡ് സാഹചര്യത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ യാത്രക്കാർ, പ്രത്യേകിച്ച് പ്രവാസികൾ, എന്തൊക്കെ കയ്യിൽ കരുതണം എന്നത് സംബന്ധിച്ച് പല വിധത്തിലുള്ള അവ്യക്തതകൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്കുണ്ട്. പുതിയ ഉത്തരവുകൾ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഏറ്റവും പ്രധാനമായി, അടിസ്ഥാനപരമായി പ്രവാസ ലോകത്തേക്ക് യാത്ര ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ കയ്യിൽ കരുതേണ്ടത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ്. നമുക്കറിയാം, കോവിഡിന് ഇപ്പോൾ ലോകം തന്നെ അംഗീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം വാക്സിനാണ്. അപ്പോൾ അതൊരു മുൻകരുതൽ ആയിട്ട് എല്ലാ രാജ്യങ്ങളും വാക്സിൻ എടുക്കാൻ ആളുകളോട് നിർബന്ധമായും പറയുന്നുണ്ട്. അപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളും വാക്സിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ് ഏറ്റവും പ്രധാനമായി ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഗൾഫ് ആരോഗ്യ മന്ത്രാലയം അടക്കം നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വളരെ നിർബന്ധമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ അധികം സംശയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ വിവരങ്ങൾ ഉണ്ടാകണം എന്നത് സംബന്ധിച്ച് പല വിധത്തിലുള്ള അവ്യക്തതകളുണ്ടായിരുന്നു. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാച്ച് നമ്പറും തീയതിയും, അതായത് ഈ വാക്സിൻ്റെ ബാച്ച് നമ്പർ, നമ്മൾ വാക്സിൻ എടുത്ത തീയതി, ഇവ രണ്ടുമില്ലാത്ത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ ഗൾഫ് ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് അവിടെ എത്തി നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് നിരസിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മളടക്കം, മീഡിയ വൺ അടക്കം നേരത്തെ സജീവമായി റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരമൊരു പ്രശ്നം കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും പുതിയ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ബാച്ച് നമ്പറും വാക്സിൻ എടുത്ത തീയതിയും ചേർത്ത പുതിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നടപടികളാണ് ഇപ്പോൾ കേരള സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ആളുകൾ അറിയുക, അല്ലെങ്കിൽ പഴയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ അത് പുതുക്കി നൽകേണ്ടതായിട്ടാണ് വരുന്നത്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ബാച്ച് നമ്പറും നമ്മൾ വാക്സിൻ എടുത്ത തീയതിയും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഇപ്പോൾ വാക്സിൻ എടുത്ത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ വാക്സിൻ എടുത്ത കേന്ദ്രത്തിൽ നിന്ന്, നമുക്ക് എവിടെ നിന്നാണ് ഈ വാക്സിനേഷൻ്റെ ഡേറ്റും ആ ബാച്ച് നമ്പറും കിട്ടുക എന്നുള്ളത്, അതൊന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വാക്സിൻ എടുത്ത ഉടൻ തന്നെ നമുക്ക് ലഭിക്കുന്ന കോവിൻ പോർട്ടലിൽ നിന്ന് ലഭിക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ഈ തീയതിയും ബാച്ച് നമ്പറും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതിലില്ല എങ്കിൽ നമ്മൾ വാക്സിൻ ഏത് കേന്ദ്രത്തിൽ നിന്നാണോ, എവിടെ വെച്ച്, ഏത് കേന്ദ്രത്തിൽ വെച്ചാണോ നമ്മൾ വാക്സിൻ സ്വീകരിച്ചത്, ആ വാക്സിനേഷൻ കേന്ദ്രത്തിൽ പോയാൽ നമുക്ക് ആ ബാച്ച് നമ്പറും തീയതിയും എഴുതി വാങ്ങാം. അതിനുശേഷം അങ്ങനെ എഴുതി വാങ്ങുകയോ അല്ലെങ്കിൽ കോവിൻ പോർട്ടലിൽ നിന്ന് ലഭിച്ച വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ഈ വിവരങ്ങൾ ഉള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം, covid19.kerala.gov/vaccine എന്ന കേരള സർക്കാരിൻ്റെ ഈ പോർട്ടലിൽ കയറി നമ്മുടെ പഴയ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ നേരത്തെ പ്രവാസ ലോകത്തേക്ക് പോകാൻ എടുത്തിരുന്ന ഈ സൈറ്റിൽ കയറി തന്നെ രജിസ്റ്റർ ചെയ്ത് എടുത്തിരുന്ന സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതായത് പുതിയ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് മുൻപേ നേരത്തെ ഈ വിവരങ്ങളില്ലാത്ത, അതായത് ബാച്ച് നമ്പറും വാക്സിൻ എടുത്ത തീയതിയും ഇല്ലാതെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ നേരത്തെ എടുത്തതെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ആദ്യം ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം അവിടെ തന്നെ നമ്മൾ പുതിയ സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ഈ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ ബാച്ച് നമ്പറും ഈ വാക്സിൻ എടുത്ത തീയതിയുമുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അതില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എഴുതിയെടുത്ത കാര്യം ആ രീതിയിൽ അപ്ലോഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ
പാസ്പോർട്ടിൻ്റെ പകർപ്പും അപ്ലോഡ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അതിനുശേഷം വലിയ നടപടികളൊന്നും തന്നെയില്ല. ഈ അപേക്ഷകൾ പരിശോധിക്കും. അത് സർക്കാർ തലത്തിൽ നടക്കേണ്ട കാര്യമാണ്. അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതിൽ ബാച്ച് നമ്പർ ഉണ്ടാകും, ഒപ്പം നമ്മൾ കൊടുത്ത വാക്സിനേഷൻ എടുത്ത തീയതിയും. ആ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക് നൽകുക. അത് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തയ്യാറായി എന്ന SMS ലഭിച്ചാൽ ഉടൻ തന്നെ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോഴും കൃത്യമായി നമ്മൾ പരിശോധിക്കണം. അതിൽ ഈ പറയുന്ന ബാച്ച് നമ്പറും ഈ പറയുന്ന വാക്സിൻ എടുത്ത ഡേറ്റും ഉണ്ട് എന്ന് ഉറപ്പാക്കണം. ഇനി ഇത് ഞാൻ നേരത്തെ തന്നെ വാക്സിൻ എടുത്ത് ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നെ സ്വന്തമാക്കിയ ആളുകളുടെ കാര്യമാണ് ഈ വിധം പറഞ്ഞത്. ഇനിയിപ്പോൾ വാക്സിൻ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ ഏത് മൊബൈൽ നമ്പറാണോ ഈ വാക്സിൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്നത്, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് SMS വരും. നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് വളരെ വേഗത്തിൽ തന്നെ ആ സൈറ്റ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പോർട്ടൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൻപ് വാക്സിൻ എടുത്ത ആളുകൾ ആ സൈറ്റിൽ പോയി പഴയ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പുതിയതിന് അപേക്ഷ കൊടുക്കുക. പുതിയതായി വാക്സിൻ എടുക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ തടസ്സങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് തന്നെ പറയുന്നത്. ഇന്നു മുതൽ അതിൻ്റെ നടപടികൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനിയും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുള്ള ആളുകൾക്ക് സർക്കാരിൻ്റെ തന്നെ ഒഫീഷ്യൽ സൈറ്റായ ദിശയിലേക്ക് വിളിക്കാവുന്നതാണ്. ആരോഗ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് ദിശയിലേക്ക് ഏത് നിമിഷവും വിളിക്കാം. അത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. 1056 അല്ലെങ്കിൽ 104 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ എല്ലാവിധ സംശയങ്ങൾക്കും മറുപടി ലഭിക്കും. അപ്പോൾ പ്രവാസികൾക്ക് ഇത്തരത്തിൽ ഈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, അങ്ങനെ ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പാണ് സർക്കാർ നൽകുന്നത്. ഏതെങ്കിലും വിധത്തിൽ സംശയങ്ങളുള്ളവർക്ക് ദിശയിലേക്ക് വിളിച്ചവരുടെ സംശയം ദൂരീകരിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സർട്ടിഫിക്കറ്റിൽ ഈ വിവരങ്ങൾ ബാച്ച് നമ്പറും, അതായത് വാക്സിൻ്റെ ബാച്ച് നമ്പറും വാക്സിൻ എടുത്ത തീയതിയും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് പ്രവാസികളുടെ ചുമതലയാണ്. അതില്ലാത്ത ആളുകൾക്കാണ് നമ്മൾ ഈ വിധത്തിൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ സർക്കാർ ആവശ്യപ്പെടുന്നത്. സൗദിയിലെ പള്ളികളിൽ മുസ്ഹഫുകൾ ഉപയോഗിക്കുന്നതിനും പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിനും ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചു. മദീനയിലെ ഖുബ മസ്ജിദ് മുഴുവൻ സമയവും വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പള്ളികളിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളാണ് ഘട്ടം ഘട്ടമായി നീക്കി തുടങ്ങിയത്. മയ്യത്ത് നമസ്കാരങ്ങൾക്ക് പള്ളികൾ അനുവദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മതകാര്യ വിഭാഗം ഉത്തരവിറക്കിയിരുന്നു. ഇതിന് പിറകെയാണ് ഇന്നു മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നീക്കിയതായി അറിയിച്ചുകൊണ്ട് ഇസ്ലാമിക കാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് അൽ ഷെയ്ഖ് സർക്കുലർ ഇറക്കിയത്. പുതിയ മാറ്റമനുസരിച്ച് ഇനി മുതൽ പള്ളികളിലെ മുസ്ഹഫുകൾ വിശ്വാസികൾക്ക് ഉപയോഗിക്കാം. എങ്കിലും സ്വന്തമായി ഖുർആൻ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെടുന്നു. കൂടാതെ 2 സ്വഫുകൾക്കിടയിൽ ഒരു സ്വഫിന്റെ അകലം പാലിക്കണമെന്ന വ്യവസ്ഥയും പിൻവലിച്ചു. ബാങ്കിനും ഇക്കാമത്തിനുമിടയിൽ വളരെ കുറഞ്ഞ ഇടവേളയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇനി മുതൽ പഴയ പോലെയുള്ള സമയക്രമം പാലിക്കാം. പള്ളികളുടെ പ്രവർത്തന സമയത്ത് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് പ്രഭാഷണങ്ങളും പഠന ക്ലാസുകളും സംഘടിപ്പിക്കുന്നതിനും ശീതീകരണ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനും ഇനി മുതൽ വിലക്കില്ല. 15 മിനിറ്റിനകം ജുമുഅ ഖുതുബയും നമസ്കാരവും അവസാനിപ്പിക്കണമെന്ന വ്യവസ്ഥയും റദ്ദു ചെയ്തു. കൂടാതെ മദീനയിലെ ഖുബാ മസ്ജിദിൽ ഇന്നു മുതൽ മുഴുസമയവും വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകുവാനും ഇസ്ലാമിക കാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. എന്നാൽ മാസ്ക് ധരിക്കുക, നമസ്കാരത്തിനെത്തുന്നവർ സ്വന്തമായി പരവതാനി കൊണ്ടുവരിക, പ്രവേശന കവാടങ്ങളിൽ തിരക്ക് കൂട്ടാതിരിക്കുക, വിശ്വാസികൾക്കിടയിൽ 1.5 മീറ്റർ അകലം പാലിക്കുക തുടങ്ങി പൊതുജനാരോഗ്യ വിഭാഗം നിർദ്ദേശിക്കുന്ന എല്ലാ മുൻകരുതലുകളും കർശനമായും പാലിക്കണമെന്ന് സർക്കുലറിൽ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. സൗദിയിൽ ആസ്ട്രാസൈനിക വാക്സിൻ ഇപ്പോഴും വിതരണം ചെയ്തു വരുന്നതായി ആരോഗ്യ മന്ത്രാലയം. കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ആയവരുടെ എണ്ണത്തിൽ ഇന്ന് നേരിയ വർധന രേഖപ്പെടുത്തി. 1079 പുതിയ കേസുകളും 1214 രോഗമുക്തിയുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. വ്യത്യസ്ത കമ്പനികളുടെ വാക്സിനുകൾ പല ഡോസുകളിലായി ഒരാളിൽ തന്നെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സൗദിയിലെ പ്രത്യേക കമ്മിറ്റി പഠനം നടത്തിവരികയാണെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദുൽ ആൽ പറഞ്ഞു. ഇതിന്റെ സുരക്ഷയും ഫലപ്രാപ്തിയും തെളിയിക്കുന്ന നിരവധി പഠനങ്ങളുണ്ടെന്നും പല രാജ്യങ്ങളും ഈ രീതി സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദിയിൽ ആസ്ട്രാസെനക വാക്സിൻ ഇപ്പോഴും വിതരണം ചെയ്തു വരുന്നുണ്ടെന്നും ചോദ്യത്തിനുത്തരമായി അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണം വർദ്ധിച്ച് 1516 എന്നാൽ ആക്റ്റീവ് കേസുകൾ 10896 കുറഞ്ഞിട്ടുണ്ട്. 1079 പേർക്കാണ് ഇന്ന് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ 1214 പേർക്ക് ഭേദമായിട്ടുണ്ട്.
5 ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ കേസുകളേക്കാൾ രോഗമുക്തിയിൽ വർധന രേഖപ്പെടുത്തിയത്. 14 പേർ കൂടി ഇന്ന് മരിച്ചതോടെ രാജ്യത്ത് ഇതുവരെ മരിച്ചവരുടെ എണ്ണം 7677 ഉയർന്നു. 4,74,191 പേർക്ക് സൗദിയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 4,55,618 പേർക്ക് ഭേദമായി. 1,66,00,000 ഡോസ് വാക്സിൻ രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1 ജിദ്ദ. അബുദാബിയിൽ അതിവേഗ നഷ്ടപരിഹാര കോടതികൾ വരുന്നു. 5 ലക്ഷം ദിർഹമിന് താഴെയുള്ള സാമ്പത്തിക തർക്കങ്ങൾ റെക്കോർഡ് സമയത്തിൽ തീർപ്പാക്കുകയാണ് കോടതി ലക്ഷ്യമിടുന്നത്. ചെറുകിട, സിവിൽ, വാണിജ്യ, തൊഴിൽ ശമ്പള തർക്കങ്ങളും ഈ കോടതിയുടെ പരിധിയിൽ വരും. അബുദാബിയിലാണ് ചെറു നഷ്ടപരിഹാര കോടതികൾക്ക് രൂപം നൽകുന്നത്. തൊഴിൽ തർക്കങ്ങൾ, വേതനം നൽകാതിരിക്കൽ, വാണിജ്യ, സിവിൽ കേസുകൾ എന്നിവ പുതിയ കോടതി കൈകാര്യം ചെയ്യുമെന്ന് അബുദാബി നീതിന്യായ വകുപ്പ് വ്യക്തമാക്കി. അതിവേഗ കോടതിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ 15 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കും. കൂടുതൽ ഗുരുതരമായ കാര്യങ്ങൾ മറ്റു കോടതികളിലേക്ക് കൈമാറും. UAE ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യമന്ത്രിയും ജുഡീഷ്യൽ വകുപ്പ് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ കോടതി സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ജഡ്ജിമാർ ഒരു തവണ മാത്രമേ വാദം കേൾക്കൂ. കേസ് പരിഹരിക്കുന്ന ദിവസം തർക്കപരിഹാരം സംബന്ധിച്ച വിധി പുറപ്പെടുവിക്കും. UAEയിൽ ഒട്ടേറെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ നേരത്തെയും സ്ഥാപിച്ചിട്ടുണ്ട്. 20,000 ദിർഹം വരെയുള്ള സിവിൽ, വാണിജ്യ കേസുകൾ കൈകാര്യം ചെയ്യുന്ന രാജ്യത്തെ ആദ്യ ഏകദിന കോടതി 2017 റാസൽ ഖൈമയിലാണ് സ്ഥാപിച്ചത്. ദുബൈയിലും ഇതേ വർഷം തന്നെ ഏകദിന കോടതി സ്ഥാപിച്ചിരുന്നു. ജനവാസമേറിയ ദേര, ബർദുബൈ എന്നിവിടങ്ങളിലെ കേസുകളാണ് ഈ കോടതി പരിഗണിക്കുന്നത്. 2018 അബുദാബിയിലും ഏകദിന കോടതി സ്ഥാപിച്ചിരുന്നു. യാത്രാവിലക്ക് നീക്കൽ, മദ്യപാനം, ടൂറിസ്റ്റ് കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ വേഗത്തിൽ തീർപ്പാക്കാൻ ഈ കോടതിയായിരുന്നു ഇടപെട്ടിരുന്നത്. മീഡിയ 1 അബുദാബി. 2022 ലോകകപ്പ് ഫുട്ബോളിനെത്തുന്ന കാണികൾക്കായി 1 മില്യൺ കോവിഡ് വാക്സിൻ തയ്യാറാക്കുമെന്ന് ഖത്തർ. കാണികൾക്കും രാജ്യത്തിനും സുരക്ഷിതമായ ലോകകപ്പ് അനുഭവം ഒരുക്കുകയാണ് ലക്ഷ്യം. ലോകകപ്പിനായുള്ള 90% ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായും പ്രധാനമന്ത്രി ഖാലിദ് ബിൻ അസീസ് അൽത്താനി പറഞ്ഞു. ഖത്തർ ലോകകപ്പിന് കൃത്യം 1.5 കൊല്ലം മാത്രം ബാക്കി നിൽക്കെയാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ സുപ്രധാന പ്രഖ്യാപനം. 1 മില്യൺ കോവിഡ് പ്രതിരോധ വാക്സിൻ ലോകകപ്പ് കാണികൾക്കായി തയ്യാറാക്കാൻ ഇതിനകം ഭരണകൂടം തീരുമാനിച്ചതായി ദ പെനിൻസുല പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി ഖാലിദ് ബിൻ അസീസ് അൽത്താനി പറഞ്ഞു. ഇതിനായി വിവിധ വാക്സിൻ കമ്പനികളുമായി ചർച്ചകൾ നടന്നുവരികയാണ്. അതത് രാജ്യങ്ങളിൽ തന്നെ വാക്സിനേഷൻ പൂർത്തിയാക്കാത്തവർക്കായിരിക്കും ഖത്തറിൽ വെച്ച് വാക്സിൻ നൽകുക. ലോകകപ്പിനെത്തുന്ന കാണികളുടെയും ഒപ്പം രാജ്യത്തിൻ്റെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് രാജ്യത്തിൻ്റെ ബാധ്യതയാണ്. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും ലോകകപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത്. ടൂർണമെന്റ് നടത്താനായി എല്ലാ അർത്ഥത്തിലും രാജ്യം ഒരുക്കമാണ്. ഫൈനൽ നടക്കേണ്ട ലുസൈൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം 90% പൂർത്തിയായി കഴിഞ്ഞു. ഇതുവരെയുള്ള തയ്യാറെടുപ്പുകളുടെ പ്രതിഫലനമായിരിക്കും ഈ വർഷാവസാനം ദോഹയിൽ വെച്ച് നടക്കുന്ന ഫിഫ അറബ് കപ്പ് 2021 ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി. മീഡിയ 1 ദോഹ. രാജ്യങ്ങളെ കോവിഡ് വ്യാപന തോതിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ഹൈ റിസ്ക് പട്ടിക കുവൈത്ത് ഒഴിവാക്കുന്നു. വാക്സിനേഷൻ കോഴ്സ് പൂർത്തിയാക്കിയ വിദേശികൾക്ക് പ്രവേശനം അനുവദിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടി. ഇന്ത്യ ഉൾപ്പെടെ 30-ലേറെ രാജ്യങ്ങളാണ് നിലവിൽ കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഹൈറിസ്ക് പട്ടികയിലുള്ളത്. വിദേശികൾക്ക് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള പ്രവേശനത്തിന് വിലക്കുണ്ടായിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 1 മുതൽ കുവൈത്തിലേക്ക് വിദേശികൾക്ക് പ്രവേശനം അനുവദിക്കുന്നതോടെ ഈ വർഗീകരണം ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട്. കുവൈത്ത് അംഗീകരിച്ച കോവിഡ് പ്രതിരോധ വാക്സിൻ എടുത്തവർക്ക് സാധുവായ ഇഖാമയുണ്ടെങ്കിൽ ഏത് രാജ്യത്തു നിന്നായാലും പ്രവേശനം അനുവദിക്കുമെന്നാണ് വിവരം. ഇടത്താവളമില്ലാതെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് നേരിട്ട് കുവൈത്തിലേക്ക് യാത്ര ചെയ്യാമെന്ന ആശ്വാസ സാഹചര്യമാണ് ഇതോടെ ഒരുങ്ങുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ ഇന്ന് 8 പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. 1661 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 13.86% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്ന് 1466 പേർക്ക് രോഗം ഭേദമായി. നിലവിൽ 17,277 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 204 പേരുടെ നില ഗുരുതരമാണ്. UAEയിൽ കോവിഡ് ബാധിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5 പേർ മരിച്ചു. 1850 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും 1826 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ UAEയിലെ കോവിഡ് സ്ഥിതിവിശേഷം വിവരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം വ്യാജമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം അഭ്യൂഹങ്ങൾ പരത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. 3 വർഷം തടവും 3 ദശലക്ഷം ദിർഹം പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിതെന്നും UAE ആരോഗ്യ സമൂഹ സുരക്ഷാ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി.
ഒമാനിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 84 പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. 5320 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 4961 പേർ രോഗമുക്തി നേടി. 1436 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഖത്തറിൽ കോവിഡ് മൂലം ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 583 പ്രതിദിന രോഗബാധിതരുടെ നിരക്ക് രണ്ടാം തരംഗമുണ്ടായതിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് എത്തിയത് ആശ്വാസകരമായി. 62 വയസ്സുള്ള വ്യക്തിയുടെ മരണമാണ് ഖത്തറിൽ കോവിഡ് മൂലം ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരിച്ചവർ 583 പുതിയ രോഗബാധിതരുടെ എണ്ണം കോവിഡ് രണ്ടാം തരംഗത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് എത്തിയത് ആശ്വാസകരമായി. 107 പേർക്ക് മാത്രമാണ് ഇന്ന് രോഗം റിപ്പോർട്ട് ചെയ്തത്. 66 പേർക്ക് സമ്പർക്കം വഴി രോഗം പകർന്നപ്പോൾ 41 പേർ വിദേശത്തും തിരിച്ചെത്തിയവരാണ്. 146 പേർക്ക് കൂടി രോഗഭേദമായതോടെ നിലവിലുള്ള രോഗികളുടെ എണ്ണം 1973 കുറഞ്ഞു. അതിനിടെ കോവിഡ് കെയർ സെന്ററാക്കി മാറ്റിയിരുന്ന ഹസമ്മ ബൈരീക്ക് ഹോസ്പിറ്റലിൽ സാധാരണ ചികിത്സ പുനരാരംഭിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോവിഡ് രോഗികൾ കുറഞ്ഞതോടെയാണ് മറ്റ് ചികിത്സകൾ പുനരാരംഭിച്ചത്. ആരോഗ്യമന്ത്രി ഹനാൻ മുഹമ്മദ് അൽ കുവാരി ഹോസ്പിറ്റൽ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മീഡിയ 1 ദോഹ. ബഹ്റൈനിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച 2 സ്ഥാപനങ്ങൾ അടച്ചു. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ പൊതുജനാരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഒരു റെസ്റ്റോറന്റിലും കോഫി ഷോപ്പിലും നിയമലംഘനം നടന്നതായി കണ്ടെത്തിയത്. രാജ്യത്ത് 439 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 233 പേർ പ്രവാസികളാണ്. 1063 പേർ രോഗമുക്തരായി. നിലവിൽ 8282 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ബഹ്റൈനിൽ 6 മാസത്തിനിടെ 2 മില്യൺ ഡോസ് വാക്സിനുകൾ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇത്രയും പ്രതിരോധ വാക്സിൻ നൽകാൻ സാധിച്ചത് നേട്ടമാണെന്ന് അധികൃതർ വിലയിരുത്തി. രാജ്യത്ത് ആകെ ജനസംഖ്യയിൽ 69.4% പേരും ഇതിനകം ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചെന്നും മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈനിൽ സ്പുട്നിക് വാക്സിന്റെ 2ാം ഡോസിനുള്ള ഇടവേള നീട്ടിയതായി ആരോഗ്യ മന്ത്രാലയം. ആദ്യ ഡോസ് എടുത്തവർക്ക് 2ാം ഡോസിന്റെ തീയതി പുനഃക്രമീകരിച്ചു നൽകും. പുതിയ ബാച്ച് സ്പുട്നിക് വാക്സിൻ ലഭിക്കുന്നതിനുള്ള കാലതാമസമാണ് തീയതി നീട്ടാനുള്ള കാരണം. അതേസമയം 2ാം ഡോസിന്റെ തീയതി നീട്ടുന്നത് വാക്സിന്റെ ഫലപ്രാപ്തിയെ ബാധിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ പ്രതിദിന ശേഷി വർദ്ധിപ്പിക്കുമെന്ന് വ്യോമയാന വകുപ്പ് അറിയിച്ചു. പ്രതിദിനം 1000 യാത്രക്കാർ എന്നത് 3500 വർദ്ധിപ്പിക്കുന്നത്. ഒരു വിമാനത്തിൽ പരമാവധി 35 യാത്രക്കാർ, പ്രതിദിനം 1000 യാത്രക്കാർ എന്നിങ്ങനെ നേരത്തെ യാത്രക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരുന്നു. ഈ നിയന്ത്രണമാണ് ലഘൂകരിക്കുന്നത്. വിമാന കമ്പനികൾക്ക് വേനൽക്കാല സർവീസുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് വിമാന കമ്പനികൾക്ക് വ്യോമയാന വകുപ്പ് സർക്കുലർ അയച്ചു. ഓഗസ്റ്റ് 1 മുതൽ വാക്സിനേഷൻ പൂർത്തിയാക്കിയ വിദേശികൾക്ക് കുവൈത്ത് പ്രവേശനം അനുവദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് പ്രതിദിന യാത്രക്കാരുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. കുവൈത്തിലേക്ക് വരുന്ന മുഴുവൻ യാത്രക്കാരും കുവൈത്ത് മുസാഫിർ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് DGCA ആവർത്തിച്ചു. കുവൈത്ത് മുസാഫിറിൽ നൽകുന്ന വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമാണെന്നും വ്യക്തികളുടെ സ്വകാര്യത ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഖത്തറിലെ 100% ഹോട്ടലുകളും ക്ലീൻ ഖത്തർ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയതായി ഖത്തർ ടൂറിസം. ഭാവിയിൽ ട്രാൻസ്പോർട്ട്, റീറ്റെയിൽ, കൾച്ചറൽ മേഖലകളെ കൂടി ഖത്തർ ക്ലീൻ ക്യാമ്പയിന്റെ ഭാഗമാക്കുമെന്നും ഖത്തർ ടൂറിസം അറിയിച്ചു. ഖത്തർ ടൂറിസം ഖത്തർ ആരോഗ്യ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ് ഖത്തർ ക്ലീൻ. ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കർശനമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ശുചിത്വത്തിലും വൃത്തിയിലും ഉയർന്ന നിലവാരം ഉറപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാണ് ഹോട്ടലുകൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളിലെ ഇളവ് ഉൾപ്പെടെ ഖത്തർ ക്ലീൻ സർട്ടിഫിക്കറ്റ് ഉള്ള ഹോട്ടലുകൾക്ക് പ്രത്യേക പരിഗണനകളും ഭരണകൂടം നൽകുന്നുണ്ട്. രാജ്യത്തെ 100% ഹോട്ടലുകളും ഇതിനകം ഖത്തർ ക്ലീൻ സർട്ടിഫിക്കറ്റ് നേടിയതായും ഇത് അഭിമാനകരമായ നേട്ടമാണെന്നും ഖത്തർ ടൂറിസം അധികൃതർ അറിയിച്ചു. ഖത്തർ നാഷണൽ ടൂറിസം കൗൺസിൽ സെക്രട്ടറി ജനറൽ അക്ബർ അൽ ബേക്കർ ഖത്തർ ക്ലീൻ ക്യാമ്പയിന്റെ വാർഷിക ചടങ്ങിൽ സംബന്ധിച്ചു. ആദ്യത്തെ ഖത്തർ ക്ലീൻ സർട്ടിഫിക്കറ്റ് നേടിയ W ഹോട്ടലിലായിരുന്നു ചടങ്ങ്. കോവിഡ് സാഹചര്യത്തിൽ ഖത്തറിലെത്തുന്ന യാത്രക്കാർക്ക് ഏറ്റവും സുരക്ഷിതമായ ആതിഥ്യം ഒരുക്കാൻ പദ്ധതിക്ക് കഴിയുന്നതായി അക്ബർ അൽ ബേക്കർ പറഞ്ഞു. ഇത്തരം ഹോട്ടലുകൾക്കകത്തെ റെസ്റ്റോറൻറ്റുകളിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് ഭക്ഷണം നൽകാനുള്ള അനുമതി ഇതിനകം നൽകിയിട്ടുണ്ട്. ഭാവിയിൽ മറ്റുള്ള റെസ്റ്റോറൻറ്റുകൾക്കും ഒപ്പം ട്രാൻസ്പോർട്ട്, റീറ്റെയിൽ, കൾച്ചർ മേഖലകളിലും ഖത്തർ ക്ലീൻ ക്യാമ്പയിൻ നടപ്പാക്കാൻ പദ്ധതിയുണ്ടെന്നും ഖത്തർ ടൂറിസം അറിയിച്ചു. മീഡിയ 1 ദോഹ. ചെറിയ റോഡപകട കേസുകളിൽ കക്ഷികൾക്ക് ഇൻഷുറൻസ് കമ്പനിയുമായി നേരിട്ട് ധാരണയിലെത്താൻ കഴിയുന്ന പദ്ധതി ബഹ്റൈനിൽ ജൂലൈ 21 മുതൽ നടപ്പിലാകും. ഇത്തരത്തിൽ ധാരണയിലെത്തുന്ന പക്ഷം ചെറിയ കേസുകളിൽ ട്രാഫിക് വിഭാഗത്തിൽ പോകുന്നത് ഒഴിവാക്കാം.
ഇൻഷുറൻസ് കമ്പനിയുമായി ഓൺലൈനിൽ ബന്ധപ്പെട്ട് ധാരണയിലെത്താൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. CBSE മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട സൗദിയിലെ പ്രവാസി വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശങ്ക തുടരുകയാണ്. മൂല്യനിർണ്ണയത്തിൽ അപാകത തോന്നിയാൽ ഓഫ്ലൈൻ പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾക്ക് CBSEയെ സമീപിക്കാം. അനന്തമായി ഫലം വരുന്നത് നീണ്ടാൽ വിദ്യാർത്ഥികളുടെ ഉപരിപഠനം അവതാളത്തിലാകുമെന്നാണ് ആശങ്ക. സൗദിയിൽ നിന്നും CBSE പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും നാടണഞ്ഞു. രക്ഷിതാക്കളിൽ ചിലർ CBSE പ്രഖ്യാപിച്ച മൂല്യനിർണ്ണയ രീതിയിൽ തൃപ്തരാണ്. അതായത് ഒരു കുട്ടിയുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ ബെസ്റ്റ് ഓഫ് 3 മാർക്സ്, 11th ഫൈനൽ മാർക്സ്, +2 ഇൻറ്റേർണൽ പ്ലസ് പ്രീ എക്സാംസിൻ്റെ മാർക്സ്, ഇതൊക്കെ ഒരു കൺസിസ്റ്റൻ്റായി പഠിക്കുന്ന കുട്ടികളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന മാർക്കിംഗ് സിസ്റ്റം തന്നെയാണ്. എന്നാൽ വിദ്യാർത്ഥികൾ മാർക്ക് കുറയുമോ എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നു. 11th 30% എടുക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പെർസെൻറ്റേജ് അത് കുറയുകയും അത് ഞങ്ങൾക്ക് ഫ്യൂച്ചർ സ്റ്റഡീസിന് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 12th ബേസ് ചെയ്തെടുക്കണമെന്നാണ് ഞങ്ങൾ വിദ്യാർത്ഥികളുടെ അഭിപ്രായം. പരാതിയുണ്ടെങ്കിൽ CBSE ഓഫ്ലൈൻ പരീക്ഷ നടത്തും. പക്ഷേ ഫലം എന്നു വരും എന്നതും നാട്ടിലേക്ക് പോയവർ പരീക്ഷയ്ക്കായി എങ്ങനെ മടങ്ങും എന്നതും ആശങ്കയായി നിലകൊള്ളുന്നു. തുടർന്നും അങ്ങനെ ഒരു പരീക്ഷ നടന്നാൽ അതിൻ്റെ സമയബന്ധിതമായ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ആശങ്ക രക്ഷാകർത്താക്കൾക്കുണ്ട് പൊതുവായി. ഇതോടൊപ്പം തന്നെ മറ്റൊരു ആശങ്ക, അടുത്ത പരീക്ഷ, അതായത് ഈ വർഷം 12 എത്തുന്ന കുട്ടികളുടെ പരീക്ഷകൾ എങ്ങനെ ഉണ്ടാവുമെന്നുള്ളൊരു ആശങ്കയും രക്ഷാകർത്താക്കൾക്കുണ്ട്. നിലവിൽ വിദേശ സർവകലാശാലകൾ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആദ്യം ഫലം വരണം, പിന്നീട് വേണം ഓഫ്ലൈൻ പരീക്ഷയ്ക്ക് പോകാൻ. ആകുലതകൾക്ക് പരിഹാരം വേഗത്തിലാകണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ അന്താരാഷ്ട്ര നിക്ഷേപക വിഭാഗമായ മലബാർ ഇൻവെസ്റ്റ്മെന്റ് ദുബായ് അന്താരാഷ്ട്ര ഫിനാൻഷ്യൽ സെന്ററിലേക്ക് പ്രവർത്തനം മാറ്റി. കമ്പനിയുടെ അന്താരാഷ്ട്ര ഓപ്പറേഷൻസ് ഓഹരികൾ നാസ്ഡാക്ക് ദുബായിലെ സെൻട്രൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററിയിൽ രജിസ്റ്റർ ചെയ്തു. നിക്ഷേപകരുമായുള്ള മലബാറിന്റെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന നടപടിയാണിത്. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് നാസ്ഡാക്ക് ദുബായ് മാർക്കറ്റിന്റെ പ്രവർത്തനത്തിന് പരമ്പരാഗത രൂപത്തിൽ തുടക്കം കുറിച്ചു. ദുബായ് അന്താരാഷ്ട്ര ഫിനാൻഷ്യൽ സെന്റർ ഗവർണറും ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ചെയർമാനുമായ എസ് കാസിം, മലബാർ ഗ്രൂപ്പ് കോ ചെയർമാൻ ഡോക്ടർ PA ഇബ്രാഹിം ഹാജി, നാസ്ഡാക്ക് ദുബായ് CEOയും DFM ഡെപ്യൂട്ടി CEOയുമായ ഹമീദ് അലി എന്നിവരെ കൂടാതെ ഇരു സ്ഥാപനങ്ങളിലെയും ഉന്നത വ്യക്തിത്വങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എമിറേറ്റ്സ് ENBD സെക്യൂരിറ്റീസ് പോലുള്ള ബ്രോക്കറേജ് കമ്പനികൾ മുഖേന ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരത്തോടെ ഓഹരികൾ വിൽക്കാനും വാങ്ങാനും സാധിക്കുന്ന സ്വകാര്യ വിപണിയിലേക്കാണ് ഗ്രൂപ്പിന്റെ പ്രവേശനം. മലബാർ ഇന്റർനാഷണൽ ഓപ്പറേഷൻസിലെ എല്ലാ ഷെയറുകളുടെയും ഉടമസ്ഥാവകാശ കൈമാറ്റം നാസ്ഡാക്ക് ദുബൈയിലെ സെൻട്രൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്റിയിലൂടെ സുരക്ഷിതമായി നടക്കും. കമ്പനിയുടെ നിർണായക ചുവടുവെപ്പാണിതെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് വ്യക്തമാക്കി. മീഡിയ 1, ദുബൈ. വിദേശ രാജ്യങ്ങളിലെ ചേന്ദമംഗലൂരുകാരെയും 8 പ്രവാസി സംഘടനകളെയും ഏകോപിപ്പിച്ച് രൂപവത്കരിച്ച എക്സ്പ്ലോർ പ്രവാസി ക്ഷേമ സമിതിയുടെ പ്രവർത്തനം തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, രാഹുൽ ഗാന്ധി MP, നോർക്ക റൂട്ട് CEO ഹരികൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ ആശംസാ സന്ദേശങ്ങൾ വായിച്ചാണ് ഓൺലൈൻ പരിപാടി ആരംഭിച്ചത്. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കാൻ എക്സ്പ്ലോർ സമിതിക്ക് സാധ്യമാകട്ടെ എന്ന് മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും തങ്ങളുടെ സന്ദേശങ്ങളിൽ വ്യക്തമാക്കി. മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് മുഖ്യാതിഥിയായിരുന്നു. ലിൻഡോ ജോസഫ് MLA, മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, ചേന്നമംഗലൂരിലെ ആദ്യ പ്രവാസിയും ദയാപുരം സ്ഥാപനങ്ങളുടെ സ്ഥാപകനുമായ CT അബ്ദുറഹീം, ആദ്യകാല പ്രവാസിയും മാധ്യമം ചീഫ് എഡിറ്ററുമായ O അബ്ദുറഹ്മാൻ എന്നിവർ ഭാവുകങ്ങൾ നടന്നു. എക്സ്പ്ലോർ സമിതി ചീഫ് കോർഡിനേറ്റർ യൂനുസ് PT കൂട്ടായ്മയെക്കുറിച്ച് വിശദീകരിച്ചു. വിവിധ രാജ്യങ്ങളിലെ അനുബന്ധ സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചു. EP അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസ്, UK, ഇറ്റലി, ഓസ്ട്രേലിയ, നേപ്പാൾ, അമേരിക്ക, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ചേന്നമംഗലൂർ പ്രവാസികളും പങ്കെടുത്തു. ഖത്തറിലെ പ്രവാസി ചിത്രകാരൻ ബാസിദ് ഖാൻ രൂപകൽപ്പന ചെയ്ത ലോഗോയുടെ പ്രകാശനം നജീബ് കാസിം നിർവഹിച്ചു. TT മുഷ്താഖ്, T സാലിഹ്, ലബീബ് എന്നിവർ നിയന്ത്രിച്ച പരിപാടിയിൽ കൗൺസിൽ അംഗം സാജിദ് അലി സ്വാഗതവും എക്സ്പ്ലോർ അസിസ്റ്റന്റ് ചീഫ് കോർഡിനേറ്റർ CT അജ്മൽ ഹാദി നന്ദിയും പറഞ്ഞു. മീഡിയ 1, ദുബൈ. K. സുധാകരൻ MP KPCC പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് സൗദിയിലെ ജുബൈലിൽ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ പ്രവാസികളായ കോൺഗ്രസ് പ്രവർത്തകർ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു.
മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ നൂഹ് പാപ്പിനിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സുധാകരന്റെ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിന് പുത്തനുണർവ് പകരുമെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു. ബൈജു അഞ്ചൽ, ബാബു വില്ലിംഗ്ടൺ, നസീർ തുണ്ടിൽ, അബ്ദുറഹിമാൻ എന്നിവർ നേതൃത്വം നൽകി. കുവൈത്തിൽ ഇന്ത്യൻ എംബസിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്പോർട്സ് നെറ്റ്വർക്ക് അത്ലറ്റിക് ഇതിഹാസം മിൽഖ സിംഗിനെ അനുസ്മരിച്ചു. ഞായറാഴ്ച വൈകിട്ട് വെർച്വലായിട്ടാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ കായിക മേഖലയ്ക്കും രാജ്യത്തെ യുവാക്കൾക്കും എന്നും പ്രചോദനം പകരുന്ന ജീവിതമാണ് മിൽഖ സിംഗിൻ്റെതെന്ന് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കനത്ത നഷ്ടമാണെന്നും അംബാസിഡർ സിബി ജോർജ് അനുസ്മരണത്തിൽ പറഞ്ഞു. കുവൈത്ത് മലയാളികൾ വാട്സപ്പ് കൂട്ടായ്മ 6ാമത്തെ ആരോഗ്യ വെബിനാർ സംഘടിപ്പിക്കുന്നു. ജൂൺ 25 വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് പരിപാടി. ഉദരരോഗങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തിൽ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം പ്രതിനിധി ഡോക്ടർ ജോസഫ് തരകൻ പ്രഭാഷണം നിർവഹിക്കും. ഗൾഫിൽ നിന്ന് കേരള പ്രവാസി അസോസിയേഷൻ ഫേസ്ബുക്ക് മുഖേന സമാഹരിച്ച PP കിറ്റുകൾ നാട്ടിലെത്തിച്ചു. ABC കാർഗോ മുഖേനയാണ് ഇവ സൗജന്യമായി നാട്ടിലെത്തിച്ചത്. ABC കാർഗോ MD ഡോക്ടർ ഷെരീഫ് അബ്ദുൽ ഖാദർ, ABC കാർഗോ സെയിൽസ് മേധാവി അഭിലാഷ് വിജയൻ എന്നിവർ നേതൃത്വം വഹിച്ചു. അസോസിയേഷൻ സാരഥികളായ ഇബ്രാഹിം ഷമീർ, നീതു ആശിഷ്, ഫൈസൽ മുഹമ്മദ്, നിഷാദ് ഷാഹുൽ എന്നിവരാണ് സംരംഭത്തിന് മേൽനോട്ടം വഹിച്ചത്.